അബി ജാനകിയോട് പറയും അജയനെ കെട്ടിപ്പിടിച്ച് മാപ്പൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സുരുക്കിപ്പോയി. ജാനകി പറയും അതൊക്കെ ഞങ്ങളെല്ലാവരും കണ്ടു. സക്കീർ ഭായ് ഷൂട്ട് ചെയ്ത് രചനയ്ക്കൊക്കെ അയച്ചു കൊടുത്തു എന്ന് പറയും. അബി പറയും സത്യമായിട്ട് എനിക്കറിയില്ല, ഞാനത് അറിഞ്ഞതുപോലും ഇല്ല എന്ന് പറയും. അവർ അജയ നിരഞ്ജനെ പറ്റി കുറേ സംസാരിക്കും. ഇപ്പോഴും എവിടെ എത്താതെ നിൽക്കുന്നത് അമലിൻ്റെ കാര്യമാണ്. അബി പറയും അമലിൻ്റെ അപർണയുടെ ജീവിതം എന്താവുമെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. അപർണ വന്ന് അജയെ കളിയാക്കാണ്. ബാംഗ്ലൂർ പര്യടനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നോന്നൊക്കെ ചോദിക്കും. എന്തായാലും നാടകമൊക്കെ സൂപ്പറായിട്ടുണ്ട്. അജയ് പറയും നിനക്ക് എന്ത് വേണേലും വിശ്വസിക്കാം, പക്ഷേ അഭിയേട്ടൻ എന്നെ വിശ്വസിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരും എന്ത് വിശ്വസിച്ചാലും എനിക്ക് പ്രശ്നമില്ല. അഭിയേട്ടൻ്റെ വിശ്വാസം മാത്രം മതി എനിക്ക്. ഞാനും നീ ഒരുപാട് വെറുത്ത വ്യക്തികളാണ് അഭിയേട്ടനും ജാനകിയെടുത്തിയും. പക്ഷേ അവളുടെ നന്മ ഞാനിപ്പോൾ തിരിച്ചറിഞ്ഞു. നിൻ്റെ നല്ലതിനു കൂടിയാണ് ഞാനീ പറയുന്നത്. അജയ് ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറയാണ്. ഞാൻ ചെയ്ത കൊള്ളരുതായ്മ വെച്ച് നോക്കുമ്പോൾ ആരും എന്നെ വിശ്വസിക്കില്ല. എന്നിട്ടും അഭിയേട്ടൻ എന്നെ വിശ്വസിച്ചു. ആ വിശ്വാസത്തിൻ്റെ ബലത്തിലാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അജയ് തമ്പിയുടെ കേസിൻ്റെ കാര്യം പറയും. ആ കേസ് ഒരിക്കലും ഒരു കള്ളക്കേസല്ല, ആ കേസ് സത്യമാണെന്ന് പറയും. ഒരിക്കൽ നിൻ്റെ അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് സത്യമാണെന്ന്. ആ കഥകളൊക്കെ അജയ് പറയാണ്. മോൾ അച്ഛനോട് പോയി ചോദിച്ചു നോക്ക്, എന്നിട്ട് അജയ് പറഞ്ഞതാണെന്ന് പറ. അപർണ പറയും എന്നിട്ടാണോ പരസ്യാരെ കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞത്? അജയ് പറയും ജാനകിയുടെ കൂടെ നിന്നിട്ട് മൊഴി മാറ്റി പറഞ്ഞു. എന്തിന്? ജാനകിയെടുത്ത് ഇപ്പോഴും അവരെ കൊണ്ടു നടക്കുന്നു ഒരമ്മയെ പോലെ. ഒരു വലിയ ചോദ്യമാണ്. നീ കഥയേറിയാതെ ആട്ടം കാണാണ്. നീ ആരാധിക്കുന്ന നിൻ്റെ അച്ഛന് മറ്റൊരു മുഖം കൂടിയുണ്ട്. അച്ഛന് വേണ്ടി നീ ഹോമിച്ച് കളയുന്നത് നിൻ്റെ ജീവിതമാണ്. സത്യത്തിൽ നീ നിൽക്കുന്നത് ഒരാത്മഹത്യയുടെ വക്കിലാണ്. നിന്നെ അങ്ങോട്ട് തള്ളിക്കൊണ്ടുപോയത് നിൻ്റെ അച്ഛനാണ്. ഇതൊക്കെ കേട്ടിട്ട് അപർണ പോയിട്ട് രാധാമണിയോട് ചോദിക്കും ആ കേസ് സത്യമാണോ? നിങ്ങളുടെ വായിൽ തന്നെ എനിക്ക് കേൾക്കണം എന്ന് പറയും. രാധാമണി പറയും എനിക്ക് ഓർമ്മയില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. അപർണ പറയും നിങ്ങൾക്ക് വേണമെങ്കിലേ ഇനി ഓർമ്മ വരാമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ. ഞാൻ പോയിട്ട് ജാനകിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോവാ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പറയണം. രാധാമണി പറയും എനിക്കിനി പറയാനൊന്നുമില്ല. അപർണ പറയും കൊള്ളാം. അമൽ എനിക്കെതിരെ ഡിവോഴ്സ് കേസ് കൊടുത്ത നിലയ്ക്ക് ജാനകിക്കെതിരെ ഞാനും എന്തെങ്കിലും ചെയ്യണ്ടേ? നിങ്ങളുടെ ഔദാര്യം കൊണ്ടല്ല ഞാനും അച്ഛനും ജീവിക്കുന്നത്. എനിക്ക് നിങ്ങളെ കാണിച്ചു തരണം. ഈ കാര്യങ്ങളൊക്കെ രാധാമണി പോയിട്ട് ജാനകിയോട് പറയാണ്. ആദ്യം ജാനകിക്ക് അപർണ സത്യങ്ങൾ അറിഞ്ഞോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. ബാക്കി കൂടി കേട്ട് കഴിയുമ്പോൾ ജാനകി പറയും ഇത് അമലിൻ്റെ ഡിവോഴ്സ് കേസ് ക്യാൻസലാക്കാനുള്ള പരിപാടിയാണ്. അവള് ആ കേസ് ഫയൽ ചെയ്താൽ അമ്മ എന്തിനാ പേടിക്കുന്നത്? വാദിഭാഗം സാക്ഷിയായിട്ട് അമ്മയുണ്ടാവും. അമ്മയാണല്ലോ കേസിൻ്റെ ആധാരം. അമ്മ കോടതി ചെന്ന് അന്ന് കൊടുത്ത മൊഴി ആവർത്തിച്ചാൽ മതി. തമ്പി അറിയില്ല, കണ്ടിട്ടില്ല, നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. കോടികളായിരിക്കും. തമ്പി വലിയ ആളല്ലേ. അതൊക്കെ ഒരു പരിഹാസ രൂപേണ ജാനകി ഇങ്ങനെ പറയും. അത് കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ എന്തായാലും ഇല്ല. പിന്നെന്തപ്പം ചെയ്യാം? ഞാൻ ജയിലിൽ പോയി കിടന്നോളൂ. മോളെ അപ്പേട്ടൻ വളർത്തിക്കോളും. ഞാനിങ്ങനെ ഒരു കേസിന് വേണ്ടിയാണ് കാത്തിരുന്നത്. അവള് മാനനഷ്ട കേസ് കൊടുക്കട്ടെ. അതും പറഞ്ഞ് ജാനകി അവിടെ നിന്ന് പോകും. തമ്പി വസുന്ധരാമ്മയോട് പറയാണ് ഞാൻ അവൻ്റെ ഓഫീസിൽ പോയി കാണാമെന്ന് വെച്ചു. ഞാൻ വിളിക്കുമ്പോൾ എപ്പോഴും അവൻ കോള് കട്ട് ചെയ്യാണ്. വസുന്ധരാമ്മ പറയും ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് അതിനൊരു മനസ്സ് വന്നല്ലോ. മകളുടെ കാല് പിടിക്കുന്നതിന് പകരം അവനോട് മാപ്പ് പറയും. എന്നോട് പറഞ്ഞതല്ല, അവനോട് പോയി പറ. അതിനുശേഷം ഞാൻ ജാനകിയെ പോയി കാണാം. ആ സമയത്ത് അങ്ങോട്ട് വരികയാണ് അപർണ. അപർണ പറയും അജയ് വരെ വളരെ മാറിക്കഴിഞ്ഞു. ഇനി എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. നമ്മൾ തിരിച്ചടിക്കണം അച്ഛാ. ഇനി അതാ വേണ്ടത്. ഇതൊക്കെ കേട്ടിട്ട് വസുന്ധരാമ ചൂടാവും. നിർത്തടി, ഇനി നിനക്ക് മനസ്സിലായില്ലേ? അപർണ പറയും ഇല്ല, അവർ മാത്രം അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കേണ്ട. അവരെ തകർക്കാനുള്ളൊരു വഴിയായിട്ടാണ് ഞാൻ വന്നത്. തമ്പി പറയും എന്താ മോള് പറയുന്നു പറയും. അപർണ പറയും ജാനകിക്കെതിരെ ഒരു മാനനഷ്ട കേസ് കൊടുക്കണമെന്ന് പറയും. ഇത് കേട്ട് തമ്പി ഒന്ന് ഞെട്ടും. മാനനഷ്ട കേസോ? എന്തിന്? അച്ഛനെതിരെ അവർ കള്ളക്കേസ് കൊടുത്തില്ലേ, അതിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കണം. അപ്പോൾ അവർ നമ്മുടെ കാല് പിടിക്കാൻ വരും. തമ്പി പറയും ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതൊരു അടഞ്ഞ അധ്യായമായിട്ട് കാണാം. അപർണയ്ക്കും ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ട് അച്ഛൻ എന്തിനാ കണ്ണടച്ച് കളയുന്നത്? തമ്പി പറയും നിന്റെ ജീവിതത്തെ ബാധിക്കുന്ന ഒന്നും ഇനി ഞാൻ ചെയ്യില്ല. നമുക്ക് എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യാം.